ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ട്രിപ്പ് ആയി പോയി. അതല്ല, ഞങ്ങൾ ആക്ച്വലി ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പഠനത്തിന്റെ ഭാഗമായി. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് മാംഗ്ലൂരിലെ 1000 Pillars ടെമ്പിൾ. ഓക്കെ, നമ്മൾ അവിടെ വന്നു കാണിച്ചെടുക്കും ഗായ്സ്. അപ്പൊ നമ്മളെല്ലാരും കൂടി അല്ലാ ഈ പെണ്ണുങ്ങളൊക്കെ എന്നെ വീട്ടിയിടണേ, എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേനി. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്താക്കണം, ചെരുപ്പ് അയച്ചിട്ട് ഇവിടെ വേണം ഇവിടെ കേറാന്. നോ, പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഫോൺ ഉള്ളിൽ അലൗഡ് അല്ല, പക്ഷെ ഞാൻ അലൗഡ് ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇതാണ് ഫേമസ് ആണ് ഇവിടെ 1000 Pillars, 1000 Pillars. 1000 Pillars എണ്ണി കളിക്കണം എത്ര പില്ലേഴ്സ് ഉണ്ടെന്ന്. പക്ഷെ രസമാണ് കേട്ടോ ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇവിടെ ഫുള്ളി ചുറ്റും. ഇവിടെ 1000 Pillars ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് അള്ളാക്കാൻ. നിങ്ങൾ ഇവിടെ എണ്ണി നോക്കിയോ എത്ര പില്ലേഴ്സ് ഉണ്ട്? 1099. ഗൈസ്, അങ്ങനെ നമ്മളെ പരിപാടി എന്താ വെച്ചാല് ഇവിടുത്തെ പില്ലേഴ്സ് ഉണ്ട്. ഷാലൂസേ, അനക്ക് ഈ എത്ര പില്ലർ എണ്ണി? ഞാൻ മൊത്തത്തിൽ 2500 എണ്ണി. ആ, 1000 ആണ്, പക്ഷെ ഞാൻ 2500 എണ്ണി. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളെ 1000 Pillars ടെമ്പിൾ. നമ്മളിവിടെ ഒരുപാട് വട്ടം വന്നിക്കണ്, ബട്ട് കുറച്ച് ആൾക്കാരൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കണ കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഏയ് മനോരഥ, ഏയ് മനോരഥ, എന്താണ് പീസ്ഫുൾ അന്തരീക്ഷം. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഹിബന്റെ ഒരു പരാതി എന്ന് വെച്ചാൽ ഇവിടെ 1000 പില്ലർ ഇല്ല. പക്ഷെ ഷാലൂസ് പറയണത് ഇവിടെ 2000 എണ്ണ എണ്ണിക്കണെന്നാണ് അവള് പറയുന്നത്. ഗായ്സ്, ഇവിടെ വേറെ എന്തെല്ലൊക്കെ പ്രതീക്ഷകളൊക്കെ ഉണ്ടോ? എവിടെ ഗായ്സ്? അങ്ങനെ നമ്മളിപ്പം 1000 Pillarsലാണ് ഗൈസ്. ഇവിടെ നല്ല അടിപൊളിയാണ് ആക്ച്വലി. നല്ലൊരു നമുക്ക് വെറുതെ ഒറ്റക്കൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്പോട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒറ്റ തിരിക്കാൻ വരാൻ പറ്റൂല. അതാണ് കാരണം നമ്മളെപ്പോഴും ഹോസ്റ്റലിലാണ് ഗൈസ്. നമുക്ക് പുറത്തിറങ്ങാം. 1000 Pillars എന്തായാലും 1000 Pillars ഇല്ലാതെ ഇപ്പൊ എന്തായാലും ഇവരിപ്പോ 1000 Pillars ലാബിൽ കൊടുക്കും. ഒരു ദിവസം ഞാൻ വന്നിട്ടുണ്ടു. രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം വരെ ഞാൻ ഉണ്ടു. അല്ല ഭായിയെ, അനക്ക് എന്താ ഭായി പറയുള്ളത്? 1000 Pillars കണ്ടോ? അതെ, ബാക്കി പകുതിക്ക് പൈസ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്, അത് യൂണിഫോമിൽ വരുന്നത്. ഇതാണ് ഗുരുകുല സമ്പ്രദായം. ഗുരുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മളെല്ലാരും കൂടി ചിപ്ലോ 1000 തുള്ളികൾ. അതാണ് നമ്മളെ ടീച്ചർമാർ. അന്തം വിട്ട് കുന്തം പോലെ വടിയായിരിക്കും. കഴിഞ്ഞു ഗൈസ്, ഇന്നത്തെ കറക്കം കഴിഞ്ഞു. തിരിച്ചു പോവാം. ഫുഡ് കഴിക്കാനുള്ള പെർമിഷൻ വെച്ച് തന്നില്ല. ഹോസ്റ്റലിൽ പോയിട്ട് ഇനി ചോറ് പരിപ്പെടുക്കും. അതന്നെ നമുക്കതന്നെ ബ്രോസ്റ്റും മന്തിയൊക്കെ. നോ പാർക്കിങ്ങില് ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഫൈൻ ഉണ്ട് ഗൈസ്. പണ്ടത്തെ ഗൈസ്, ദേവ് പറയണത് അതാണ് പണ്ടത്തെ ബാത്ത് ടബ് എന്നാണ് കേട്ടോ. ബാത്ത് ടബ് എവിടെ? എന്നിട്ട് ഇങ്ങനെ ഇതിൽ കുളിക്കില്ല ദേവോ? പണ്ടൊന്ന് കുളിക്കല. എന്തിനോ ഉള്ളതാണ്. ലോകമേ, ഇവിടെ അന്നദാനം നിന്നല്ലേ? ഇവിടെ എന്താ അണ്ടക്കടാഹാരില്ല, അഗ്രഹാരം എന്ന് പറഞ്ഞേ.
കൊടയും ചൂടി എല്ലാരും മയത്തെടുക്കുമ്പോ എന്താണ് വായന്റെ പ്രശ്നം? ഇഞ്ചി മാത്രം കൊട ചൂടി എടുക്കല. അല്ലാ, എല്ലാരും നമ്മുടെ ഫായിന്റെ കല്യാണ വ്ളോഗിന് വെയിറ്റ് ചെയ്യുക. ജൂലൈ 26. ആ, എല്ലാവർക്കും വരാം. എല്ലാരും വിളിച്ചിക്കണേ. എന്താണ് അച്ചൂസിന്റെ എല്ലാ ഫോളോവേഴ്സിനും സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ആ, അതത്രേ ഉള്ളൂ. ഓക്കെ. ഓ ഫരീദ, ഈ പെണ്ണുങ്ങൾ എന്താ ഗൈസ് കാട്ടുന്നത്? ഷോ കാട്ടി, വീഡിയോ കണ്ടപ്പോ ഷോ കാട്ടി നടന്നു. എന്ത് കുറച്ച് ഐറ്റംസാണ്. നിങ്ങൾ എന്ത് പഠിക്കാൻ വന്നത് അവിടെ? ഞാനോ? പഠിക്കാം. അതത്രേ ഉള്ളൂ. അയ്യോ, അത്രക്ക് വേണ്ട ഗായ്സ്. ലാമിക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ ലാമിയെ? അന്നദാനം കിട്ടാത്ത സങ്കടമാണ്. പോവാലോ. ലാമിയ നസീബേ, എന്താണ് എന്റെ കല്യാണമായിട്ട് പറയുന്നത്? എനിക്കൊന്ന് പറയാം. ഗായ്സ്, ലാമീനെ വീഡിയോ എടുക്കണില്ല പറഞ്ഞിട്ട് ലാമിക്ക് ഭയങ്കര സങ്കടമാണ്. ലാമിയെ എല്ലാരോടും ഒന്ന് പറയൂ. അമ്മ എന്ത് ഇഷ്ടല്ലാന്ന്? അയ്യോ ഗായ്സ്, ലാമി പണിങ്ങി ഗൈസ്. പരിപാടി കഴിഞ്ഞു. എന്താ പറയാനുള്ളേ? രസിക്കണ്ട്. നേരെ പോവാ, ഫുഡ് കഴിക്ക. ക്ലാസ് ഉണ്ടോ ഹെനാനി? അതാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ. ഓക്കെ ഗായ്സ്, ഫൈനലി വി ആർ ഇൻ ഹോസ്റ്റൽ. സ്വർഗരാജ്യത്തിലെത്തി ഗായ്സ്. നമ്മള് ഗോദാവരിയിലെത്തി. ഇന്ന് നമ്മളെ പരിപാടി എന്താ ശാലിസേ? ഫുഡ് ഊട്ടമാട്ട് ബേഗു. ഗായ്സ്, ഫൈനലി നമ്മൾ ഹോസ്റ്റലിലെത്തി. എന്താണ് ശാലിസ കൈമല്? സർപ്രൈസാണ് ഗൈസ്. കാരണം ഇന്ന് ഈ കറിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര സാഡ് ആയി. പക്ഷെ കേബേജ് ഉപ്പേരി കിട്ടി. കേബേജ് ഉപ്പേരിന്റെ ആളുണ്ട് ശാലിസ. എനിക്കും അതന്നെ ഗൈസ്. നമ്മളിവിടെ 2 കറി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇതെന്താ വെച്ചാല് നമ്മളെ ദേവ് കൊണ്ടുവന്ന അച്ചാറാണ്. ഇതിപ്പോ എത്രാമത്തെ പെട്ടിയാണ് ദേവോ? 2ാമത്തെ പെട്ടിയാണ്. സത്യം പറഞ്ഞ ഇവിടുത്തെ ഹോസ്റ്റൽ ഫുഡ് അടിപൊളിയാണ്. ആ, ഹോംലി ഫുഡാണ് നമുക്ക് കിട്ടുക. നമ്മൾ എത്ര നാലും നമുക്ക് മതിയാവൂല. അങ്ങനത്തെ കാര്യം സത്യം പറയാണെങ്കിൽ നല്ല ഫുഡാണ്. നല്ല ഫുഡിനാണ്. കമ്പാരിറ്റീവ്ലി ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ എന്താ ഒരു ഭംഗി. പക്ഷെ ഇത് മൊത്തം തിന്നൂലെന്നുള്ളു. ഞാൻ ഈ പപ്പടം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് എന്താണ് ബുധനാഴ്ച ആയതുകൊണ്ട് ഗൈസ് ഗോതമ്പ് പായസം കിട്ടിക്കണ്. വക്കോട്ടെ ക്ലാസ്സിലാണ് നമ്മൾ കുടിക്കുന്നത്. ഇപ്പൻ്റെ ക്ലാസ്സല്ലേ ഗൈസ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഫുള്ള് തിന്നു കഴിഞ്ഞ കുട്ടികൾക്ക് ഇവിടെ സിപ്പപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. ശാലിസിന് എന്താ ഫ്രീ കിട്ടിയേ ഗൈസ്? എല്ലാരും വിചാരം നമുക്കൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ മുകളില്. 5 സ്റ്റാർ വരുന്ന ഷോപ്പാണ്. ഇത് കണ്ടോ, പാദരക്ഷകൾ പുറത്ത്. എന്തേ? പാദരക്ഷകൾ ബാത്റൂമില്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോവാൻ ശാലിച്ച. വേറെ അച്ഛന് ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും റൂം ക്യാമറ. നമ്മൾ രാത്രിന്റെ മുന്നേ ഡാൻസ് കളിക്കും. യെസ്. എങ്ങനെ കളിക്കും ശാലിച്ച? കാണിക്കില്ല. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തത്. എന്റെ ഫോണിലുണ്ട്. ആര് കളിച്ചതാണ്. അന്ന് ഭഗവാനെ കാറ്റിക്കരുത് കഴിച്ചു.